ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം എക്സാമിൻ്റെ റിസൾട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അപ്പോൾ BA, BSc, BBA, BCom തുടങ്ങിയ എല്ലാ കോഴ്സുകളുടെയും റെഗുലർ സ്റ്റുഡൻസിൻ്റെ റിസൾട്ടാണ് വന്നത്. SD വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുന്നതാണ്. അപ്പോൾ തേർഡ് സെമിസ്റ്റർ സപ്ലി ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ 13-ാം തീയതി മുതൽ എക്സാമിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ ലിങ്ക് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് തേർഡ് സെമിസ്റ്റർ UG സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ആകുമ്പോൾ 2022, 2019 അഡ്മിഷൻ, അതേപോലെ 2020 അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അത് എല്ലാ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും BA, BSc, അതേപോലെ BCom, BBA തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അഫിലിയേറ്റഡ് കോളേജ് എന്ന് വെച്ചാൽ റെഗുലർ സ്റ്റുഡൻസിനാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ഡേറ്റ് വന്നിട്ടുള്ളത്. 13-ാം തീയതി മുതൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ഫൈന് ഡിസംബർ 26 വിത്ത് ഫൈൻ 170 രൂപ ഫൈനോട് കൂടിയിട്ട് 29-ാം തീയതി വരെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. തേർഡ് സെമിസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എന്നാണ് അതിൻ്റെ ഡേറ്റ് പിന്നീട് യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതാണ്. അതിൻ്റെ ടൈം ടേബിൾ പിന്നീട് വരും. അപ്പോൾ 2019 അഡ്മിഷൻ, 2020 അഡ്മിഷൻ, അതേപോലെ 2017-18 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ഇതേ ഡേറ്റ് തന്നെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ 2017 ഓൺവേർഡ്സ് അഡ്മിഷൻ മുതൽ എടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും തേർഡ് സെമിസ്റ്ററിൻ്റെ എക്സാമിന് സപ്ലി ഉള്ളവരൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കുക, 2017 അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ലാസ്റ്റ് ചാൻസാണ് തേർഡ് സെം എക്സാം എഴുതാനുള്ള ലാസ്റ്റ് ചാൻസാണ്. ഇനി സ്പെഷ്യൽ സപ്ലിമെൻ്ററി ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് തേർഡ് സെം എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്ലി ഉള്ളവർ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതി പാസ്സാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിളും എന്നാണ് എക്സാം തുടങ്ങുക എന്നുള്ളതൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ ചാനലിനെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.